അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോ സന്തോഷമാണ്. അതിനെന്താ മനസ്സിലായില്ലേ? സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ മനസ്സിലായില്ലേ? പക്ഷെ മൂന്നാമൂലം കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. CPM-ന് ഞാൻ പുറത്തു പോയതല്ല, സ്വയം ഒഴിഞ്ഞതാണ്. മെമ്പർഷിപ്പ് കൊടുക്കാതിരുന്നതാണ്. അല്ല എന്നാലും പുറത്താക്കാമെന്ന് ഞാൻ കുറ്റമൊന്നുമില്ല. കാരണം അതിനകത്ത് പാർട്ടി നിൽക്കുമ്പോൾ തന്നെ ആക്ഷേപിക്കുക, അവഹേളിക്കുക, അച്ഛന് പറയുക, ഇതൊക്കെ നടന്നോട്ട് വന്നു. അതിനകത്ത് എന്റെ അത് ശരിയല്ല. മൊത്തത്തിൽ മൂല്യശോഷം വന്നു ആലപ്പുഴ കാര്യം പറയുന്നത്. ഞാൻ ഒഴിഞ്ഞു. വെളിയിൽ വന്നതിന് ശേഷമാണ് സ്ഥാനാർത്ഥിയായത്. അല്ല അതിനകത്ത് ഒന്നുകൊണ്ടല്ല. എല്ലാ രാഷ്ട്രീയ മര്യാദകളും പാലിച്ചോളാം. ജനങ്ങൾക്ക് അറിയാതെ വോട്ടെടുമ്പോ അറിയാം. പുറക്കാട് സജീവൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി കാണാതെ പോയിട്ടുണ്ട്. 29/9/2021 മുതലാണ് തോട്ടപ്പുഴയിൽ കാണാതായത്. അന്ന് ഇത് ഞാൻ ഉന്നയിച്ചതാണ്. അന്വേഷണം വേണം. അപ്പൊ പിന്നെ അതൊന്നും അങ്ങോട്ടെങ്കിലും എത്തിയില്ല. പോലീസ് അന്വേഷിച്ചു. അപ്പോ അദ്ദേഹം ആത്മഹത്യയിലായിരിക്കുന്നതാണ് പോലീസ് നിഗമനത്തിൽ എത്തിയത്. CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ തലേ ദിവസമാണ് ഈ സംഭവം. അയാളുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ആളാണ്. ഇതേപ്പറ്റി ജനങ്ങളിൽ സംശയം തലതൊക്കെ ഇപ്പോഴും. ആരെങ്കിലും അദ്ദേഹത്തെ കൊന്നതാണ് എന്നൊന്നും നമുക്കിപ്പോൾ തെളിവൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എങ്ങനെ കാണാതായി? ശരിയായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പൊ അത് നിയമസഭ ജയിച്ചു എന്ന നിയമസഭ CBI എൻക്വയറി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കുന്തവും കുടച്ചക്കരോ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനോ പറയുന്നവരല്ല. കേട്ടില്ലേ? ഉത്തരവാദിത്തോടാ പറയുന്നത്. നിങ്ങൾ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എല്ലാ കാര്യത്തിലും ഞാൻ ഈ LDF സ്ഥാനാർത്ഥിയെ രക്ഷിച്ചിട്ടുണ്ട്. സജി ചെറിയാനെ രക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും കഥ പറയാനല്ല. STPI ചോദിച്ചോണ്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, നിങ്ങളുടെ കാണത്തില്ല. 3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തറിയോ? അറിയോ? എല്ലാവർക്കും അറിയാലോ. ഞാൻ മിനിസ്റ്ററാണ്. അത് STPIക്കാർ കാരണമാണെന്ന് പറഞ്ഞാണ് പ്രചരണം. ഓർമ്മയുണ്ടല്ലോ? ഒരു മാസക്കാലം നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എവിടെയോ നാട് വിട്ടുപോയി. നാട്ടിലില്ല, വീട്ടിലിരിക്കാൻ എവിടെ പോയി? നമസ്കാരം. അമ്പലപ്പുഴയിൽ G. സുധാകരൻ വീണ്ടും ചർച്ചാ വിഷയമായി മാറുന്നു. മാധ്യമ സമ്മേളനം നടക്കുമ്പോഴാണ് G. സുധാകരൻ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നയ വ്യതിയാനങ്ങൾക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത്. താൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന സമയത്ത് താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ട്. എന്റെ മുൻപിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ഗുണഭോക്താക്കൾ തന്നെയാണ്. എന്നാൽ പലരും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി അതിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് സുധാകരൻ എന്ന വ്യക്തിയെയോ സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെയോ വിമർശിക്കാൻ മുതിരുന്നത് ആശാസ്യകരമല്ല. നിങ്ങൾ കമ്മ്യൂണിസം എന്താ എന്ന് പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് പഠിക്കാൻ മുതിരണം. ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കോ സ്വകാര്യതയിലേക്കോ കടന്നു കയറുന്നതല്ല മാധ്യമ പ്രവർത്തനം എന്നുള്ളത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് മാധ്യമ സമ്മേളനത്തിനെത്തിയ പത്രപ്രവർത്തകരോട് സുധാകരൻ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇത് വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി G. സുധാകരനെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഈ പത്രസമ്മേളനം അലങ്കോലമാക്കാം എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് സ്വതസിദ്ധമായ കമ്മ്യൂണിസ്റ്റുകാരന്റെ ശൈലിയിൽ G. സുധാകരൻ തുറന്നടിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പല മാധ്യമങ്ങൾക്കും അഭിമുഖം നൽകുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ സ്വതസിദ്ധമായ ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം വെടിഞ്ഞുകൊണ്ട് കടക്ക് പുറത്ത് എന്ന് മാധ്യമങ്ങളോട് പലപ്പോഴും കൽപ്പിച്ചിട്ടുള്ള മുഖ്യമന്ത്രി വിശ്വസ്ത വിനീതനായി വളരെ വിനയത്തോടുകൂടി ഇരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ പദ്ധതികൾ വിശദീകരിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. കപട വിനയമായിരുന്നു മുഖ്യമന്ത്രിയുടേതെന്ന് അത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഇവിടെ സുധാകരൻ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ അതേ വീര്യത്തോടും ആർജവത്തോടും കൂടി തനിക്ക് മുന്നിൽ ഉയർന്ന പ്രശ്നങ്ങളെ കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യുന്നതാണ് കാണാൻ കഴിഞ്ഞത്. താൻ അമ്പലപ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 2021 അമ്പലപ്പുഴ ആലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് സജീവൻ എന്ന് പറഞ്ഞ ഒരു
പ്രവർത്തകനെ CPM പ്രവർത്തകനെ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് സജീവിനെ കാണാതായത്. ഇന്ന് വരെയും സജീവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അദ്ദേഹം കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള ഒരു വിവരവുമില്ല. എന്നാൽ അന്ന് അമ്പലപ്പുഴ, ആലപ്പുഴ, തോട്ടപ്പള്ളി ഭാഗത്ത് കരിമണൽ ഖനനം നടത്തുന്ന ലോബികൾക്കെതിരെ ശക്തമായി നിലകൊണ്ടയാൾ തന്നെയാണ് സജീവൻ. ബ്രാഞ്ച് സമ്മേളനത്തിന്റെ തലേ ദിവസം രാത്രിയിൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി ചില ആളുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല, നാളിതുവരെയും കണ്ടെത്തിയിട്ടില്ല. സജീവിന്റെ തിരോധാനത്തെക്കുറിച്ച് താൻ അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ച് നിയമസഭയിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും CBI അന്വേഷണം നടത്തുവാനുള്ള ഒരു നടപടി താൻ സ്വീകരിക്കും എന്നാണ് സുധാകരൻ മാധ്യമ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുൻപൊക്കെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കാറുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം നിയമസഭയിൽ ഉയർത്തുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നിയമസഭയിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്ക് എത്ര പേർക്ക് നിയമസഭ എന്താണെന്ന് ആർക്കറിയാം ഭരണഘടന എന്താണെന്നുള്ളത്? നിങ്ങളാരും എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത് കമ്മ്യൂണിസത്തെ കുറിച്ചോ ഭരണഘടനയെ കുറിച്ചോ എന്ന് തന്നെയാണ് സുധാകരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്. ഭരണഘടനയിൽ കുന്തവും കുടച്ചക്കറും എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളെ വീണ്ടും മത്സരിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് എന്ന് സജി ചെറിയാന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ സുധാകരൻ വിമർശിക്കുകയുണ്ടായി. എന്തായാലും സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കരിമണൽ ലോബിക്കെതിരെയും കരിമണൽ ലോബിയെ പ്രോത്സാഹിപ്പിച്ച CMRL കർത്ത എന്ന് പറയുന്ന കർത്തയ്ക്ക് എന്നും കൂട്ടുനിന്നിട്ടുള്ള പിണറായി വിജയനെതിരെയും എല്ലാം തന്റെ പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് തന്റെ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ജി സുധാകരൻ തന്റെ വസതിയിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കിട്ടുന്നില്ലെന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ആവശ്യത്തിന് കിട്ടുന്നില്ല ഒരു പ്രശ്നമുണ്ട്. താമസിച്ചാണ് കിട്ടിയത്. ആദ്യം ഞാൻ തന്നെ പോയി കിട്ടിയില്ല. രണ്ടാമത്തെ സെറ്റ് ഞാൻ പോയി. അപ്പൊ എനിക്ക് 3 സെറ്റ് തന്നു. അത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്നും അവര് എടുത്തതാണ്, ഡൗൺലോഡ് എടുത്തതാണ്. അത് 3 കിട്ടി. കോൺഗ്രസ് നേതാക്കളൊക്കെ വീട്ടിലെത്തി കണ്ടിരുന്നു. അവര് പറഞ്ഞിരുന്നു. അവർ വരുന്നുണ്ട്. അവരോട് വന്നവർ എനിക്കൊരു സ്വീകരണം തന്നു, മുറിക്കാതെ വെച്ചു. അത് ഞങ്ങള് ഒരു വീട്ടിനകത്ത് നടത്തിയ ഒരു പരിപാടി. അവര് വന്നിരുന്നു, എല്ലാവരും വന്നു. അവര് നേരത്തെ തന്നെ അവരിൽ പലരും പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. ഞാൻ പോസ്റ്റിൽ എന്തായാലും ഇട്ടിട്ടുണ്ട്. അവർ ആത്മാർത്ഥമാണ് പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്നും അത്തരം കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട. UDFന്റെ സീറ്റ് ഒഴിച്ചിട്ട് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ അവരുടെ രാഷ്ട്രീയമാണ്. ഒന്നും എന്നോട് ചോദിക്കണ്ട. അവരിന്നലെ വന്ന് പിന്തുണ പറഞ്ഞല്ലോ. ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ലീഡേഴ്സ് മൊത്തം ഉണ്ടായിരുന്നു. അവര് 14-17 അമീതന്റെ നേതൃത്വത്തിലാണ് അവര് പറഞ്ഞല്ലോ. എങ്ങനെ? ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തും. അതെ, അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാൻ അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് പിന്തുണയില്ലാതെ പുറത്തുനിന്നുള്ള പിന്തുണയാണ് സാറിന്. അവര് ഡയറക്റ്റ് പിന്തുണ തരുന്നത്, അത് അവരുടെ പിന്തുണയല്ലേ? അതെ, അതൊന്നും തെറ്റൊന്നുമില്ല. BJP മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർത്തിയാൽ പിന്തുണയ്ക്കുന്ന എങ്ങനെയാ സാധാരണ? ഞാൻ ചോദിച്ചതല്ലേ, നിങ്ങൾ എന്ത് ചോദിക്കട്ടെ. അവര് സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞു, പിന്നെ എന്നെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ചോദിക്കുന്നത് പോസ്റ്റ് ചോദ്യമാണ്. അതെന്തിനാണെന്ന് എനിക്കറിയാം. അത് വേണ്ട. അത് നിങ്ങൾ കൈരളിയുടെ കൈവച്ചാൽ മതി. കൈരളി സ്ഥാപിക്കാൻ ആദ്യകാലത്ത് വലിയ ഫണ്ട് കൊടുത്താണ് ഞാൻ. 21 ലക്ഷം രൂപ ജില്ലയിൽ നിന്ന് പിരിച്ചു കൊടുത്തത്. പാർട്ടി വിട്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളോട് വിട്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, നിങ്ങളോട് കൈരളിക്ക് ഞാനും കൂടി 10-21 ലക്ഷം രൂപ കൊടുത്തതാണ്. ആ കാര്യം പറഞ്ഞു. പിരിച്ചു കൊടുത്തു. ഇവിടെ പരാതി പിരിച്ചു കൊടുത്തു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ. പിന്നെന്താ? അല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ. നിങ്ങൾ വേറെ ഏതോ പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്നത് എനിക്കറിയില്ലേ. നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ഇതിനകത്ത് ചേർന്നതാണ്. അതിനെപ്പറ്റി തർക്കം. അതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ പാർട്ടിയിലില്ല, പിന്നെ എങ്ങനെ?
നിങ്ങൾ പാർട്ടിക്കാരനായിട്ട് ഒരു മനുഷ്യനും കണ്ടിട്ടുമില്ല. നിങ്ങൾക്ക് വേണേ പോവാം, അതല്ല ഇത് പങ്കെടുക്കുകയാണെങ്കിൽ ദയവായിട്ട് അവിടെ നിൽക്കുക. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ആദ്യം സാർ പറഞ്ഞതിനെ പറ്റി മാറ്റിയാണ്. അപ്പൊ ഞാനൊന്നും മാറ്റിയില്ല, നിങ്ങളെല്ലാം കൂടിയാ പറഞ്ഞത്. 24-ലെ ഡോക്ടർ എന്താ അദ്ദേഹത്തിന്റെ പേര്, ആ റിപ്പോർട്ടറല്ലേ, അദ്ദേഹമല്ലേ പറഞ്ഞത്. പിന്നെ ചില ഞാനൊരു നിലപാട് മാറ്റിയിട്ടില്ല. അതല്ലല്ലോ ഇദ്ദേഹം ചോദിച്ചാലല്ലോ, ഞാനൊന്നും നിലപാടൊന്നും മാറ്റിയില്ല. മുഖ്യമന്ത്രി പിണറായി മൂന്നാമത് സന്തോഷമായിരുന്നു. ഇന്നലെ അദ്ദേഹം താങ്കൾ പറഞ്ഞത് വ്യാമോഹമാകും. അതുകൊണ്ട് നിലപാടിൽ എന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോ സന്തോഷമാണ്. ഞാനെന്താ മനസ്സിലല്ലേ, സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ മനസ്സിലായില്ലേ? പക്ഷെ മൂന്നാമത് കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്, ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അതാണ് ആ ഒരു പരസ്യം. അതായത് ഇങ്ങനെ ഒരു ഇത് വാചകം പറഞ്ഞപ്പോൾ ഒരാശയക്കുഴപ്പം എനിക്കില്ല, നിങ്ങൾക്ക് കാണും. കാരണം നിങ്ങൾക്ക് ഉപരിപ്ലവമായ രാഷ്ട്രീയം മാത്രമേ നോട്ടമുള്ളൂ. ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും എന്നോട് ചോദിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ട്. എങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതെ, നിങ്ങൾ മാറ്റി പറയുന്നതാണ്. അപ്പൊ ചോദിച്ചപ്പോ സന്തോഷമാണെന്ന് പറഞ്ഞു. ഞാനിത് എന്തൊരു ചീത്ത പറയാം, അതെന്തും തെറ്റ് ആണ്. ഇതാണ് മറുപടി, ഇതാണ് ചോദ്യം. ഇത് ചോദ്യമാണ്, ഇത് ചോദ്യമല്ലല്ലോ. മൂന്നാം ഊഴം കിട്ടാൻ പ്രയാസമായിരിക്കും. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നിങ്ങളാണ് ചോദിക്കുന്നത്. അതൊന്നും തീരുമാനിച്ചില്ല, ഇല്ല. ചുവരെഴുത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും നമ്മൾ അറിയാതെ എഴുതുന്നതാണ് ഞാൻ ഉത്തരവാദിയാണ്. ഒന്നും തീരുമാനിച്ചില്ല, ആ കാര്യം ടീച്ചേഴ്സ് തീരുമാനിച്ചു. എന്തായാലും കുറച്ച് മീറ്റിംഗ് പ്രസംഗിക്കും. അപ്പൊ സ്വാഭാവിക വാഹനത്തിൽ പോയിട്ട് വേണമെന്ന് പ്രസംഗിക്കാം. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ 4-5 ദിവസം പ്രസംഗിക്കട്ടെ, അത് മതി. ജനങ്ങൾ ഒരു കൺവെൻഷൻ എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരി, എനിക്ക് ഇലക്ഷൻ കമ്മിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥി അല്ല, അവർക്ക് സംഘടിപ്പിച്ചൂടെ? പങ്കെടുത്താൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു കൺവെൻഷൻ ഞാൻ പോയി, എന്റെ കൺവെൻഷൻ അല്ലല്ലോ അത്. മുൻകൈ അല്ല പിൻകൈ, ഞാൻ കൺവെൻഷൻ വിളിക്കുന്നില്ല. ഇലക്ഷൻ കമ്മിറ്റി ഇല്ല. സംസ്ഥാനത്ത് ഒരു ഭരണവിധാനം എന്തായാലും ഇലക്ഷന്റെ സമയത്ത് ഈ പ്രചാരണം തന്നെ UDF സ്ഥാനാർത്ഥി മൊത്തത്തിൽ നടത്തുന്നത് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി എന്നുള്ള ഒരു പ്രചരണത്തിലാണ്. അപ്പൊ ആ രീതിയിലൊരു മാറ്റം വരാനുള്ള ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം അതൊന്നും പറയാനില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ എന്റെ പോസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞു, മൂന്നാമത് വരാനുള്ള സാധ്യത വിഫലമാകാനാണ് സാധ്യത പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു ചോദ്യം എന്താ അതിനെ പറ്റി? എനിക്ക് യാതൊരു അഭിപ്രായമില്ല, അത് അവരുടെ കാര്യമാണ്. ഞാൻ ഒരിടത്തും പ്രചരണത്തിന് പോകാൻ തീരുമാനിച്ചതല്ല, അതായിരുന്നു തീരുമാനം. പക്ഷെ ചേർത്തല പോയി പ്രസാദിനെതിരായിട്ട്. കാരണം അയാൾ അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ഒരു കാര്യമില്ല. അയാളെ സ്റ്റേറ്റ് കമ്മിറ്റിയോട് ചോദിച്ചില്ല, ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചു. ആര് ചോദിച്ചാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടാണ്. അവളെ മാന്യനായിട്ട് ഭാവിക്കുകയല്ലേ. എനിക്കെതിരെ പ്രസ്താവനയുടെ കാര്യമായിരിക്കും, അയാൾ മാത്രമേ ഇട്ടുള്ളൂ CPI. അവർക്ക് CPIക്ക് വേണേൽ പറയാം, പക്ഷെ അവര് പറഞ്ഞില്ല. കാരണം അവരത് ഇടപെടുന്നില്ല. അയാളെ കമ്പ്യൂട്ടർ സംഘടിപ്പിക്കാൻ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. അപ്പൊ അവിടെ അയാളെ തോപ്പിക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അപ്പൊ ഞാൻ അനങ്ങാതിരുന്ന ആളാണ്, ഞങ്ങൾക്ക് പോയി ഞാൻ തീരുമാനിച്ചത്. അതിൽ ചോദിച്ചു വാങ്ങുന്നതാണ്. കഴിഞ്ഞ തവണ അയാൾക്ക് എത്ര വോട്ട്? 6000 ജില്ലാണ് വോട്ട്. അതെ, 18,000 വോട്ട് നല്ലവനായിരുന്ന നമ്മുടെ തിലോത്തമനോട് വാങ്ങിയതായിരിക്കല്ലേ. വെറും 6000-ഓളം വോട്ട്, മനസ്സിലായോ? അപ്പൊ ഈ ഇലക്ഷനിലാണ് അയാളുടെ രാഷ്ട്രീയ വിജയം തുലാസിലാണ്. ആ കൂട്ടത്തിലാണ് ഒരാവശ്യമില്ല, അയാളുടെ ശത്രുവല്ലാത്ത എന്റെ നേരെ ആരെ സൂചിപ്പിക്കാൻ, ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ സൂചിപ്പിക്കാൻ. ചേർത്തല ചിലപ്പോൾ പോയി യോഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ പറയുന്നതാണ്, ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. പോസ്റ്റർ ബാലറ്റൊക്കെ അവര് പൂരിപ്പിച്ച് അവർ പോസ്റ്റ് ചെയ്തു. പോസ്റ്റർ വരും,
ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഒന്ന് രണ്ട് മനസ്സിലും സാർ ഇപ്പോഴും വാഹനങ്ങളൊക്കെ കുറച്ച് വരും. അനൗൺസ്മെന്റ് വാഹനം വേണമല്ലോ, അല്ല ഒക്കത്തില്ലല്ലോ, അത് അത്യാവശ്യമാണ്. അതെ, വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. മോർ ദാൻ 100 അത്രേ ഉള്ളൂ. സർ, താങ്കൾക്കെതിരെ പറഞ്ഞ അല്ലെങ്കിൽ താങ്കൾക്കെതിരായിട്ടുള്ള വാർത്താ സമ്മേളനം നടത്തി എം പി ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് CPM വലിയ രീതിയിലുള്ള അത് ആലപ്പുഴയല്ല, അത് കണ്ണൂരിലാണ്. അത് കണ്ണൂരിലാണ്. അത് ഇവിടെ വെച്ച് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. സാർ ഇപ്പോഴും ഈ CPM-കാര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് സാറിന് പാർലമെന്ററി വ്യാമോഹം കൊണ്ടാണ്. പിന്നെ എല്ലാ യോഗത്തിലും പറയുന്നത്. അതെ, ബാക്കി പാർലമെന്റിൽ അസംബ്ലിയിൽ പോകുന്നവരൊന്നും കണ്ണടച്ച് വ്യാമോഹം ഇല്ലാതെ പോകും. അവർക്ക് യാതൊരു വ്യാമോഹവും ഇല്ല. അവർ ശ്വാസോച്ഛ്വാസം പോലും പെടത്തില്ല. നാണവും മാനവും പറയട്ടെ, നാണവും മാനവും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാർലമെന്ററി തീസിസ് വായിച്ചിട്ടുണ്ട് ഇവര്. പാർലമെന്റിൽ പോകുന്ന വ്യാമോഹമാണ്. പാർട്ടി അയക്കുന്നതല്ലേ, അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് വാദിക്കാനാ. അതിന് കൊള്ളാവുന്നവരെയാണ് പണ്ട് അയച്ചോണ്ടിരുന്നത്. ഇപ്പൊ അയച്ചോണ്ടിരിക്കുന്ന ആരെയാതൊക്കെ നിങ്ങൾ നോക്കാം. കഴിഞ്ഞ നിയമസഭയിൽ ഈ കേരളം അറിയപ്പെടുന്ന പുസ്തകം നടത്തിയ ഒരാളുടെ പേര് പറ. ഇവിടുന്ന് പോയത് 5-6 പേര്, 8 പേര് പോയില്ലേ? ഈ കേരളം ശ്രദ്ധിച്ചോട് പുസ്തകം നടത്തിയ ഒരാളുടെ പേര് പറ. അവരൊക്കെ തന്നെ വീണ്ടും എല്ലാവരും മത്സരിക്കല്ലേ. അതെന്തിനാ? അത് പാർലമെന്റ് വ്യാമോഹം അല്ലേ? 6ാമത്തെ തവണ തുടർച്ചയായി മത്സരിക്കുന്ന ആരിഫ് പാർലമെന്റ് വ്യാമോഹമില്ല. 3 അസംബ്ലി ജയിച്ചു, പാർലമെന്റ് ജയിച്ചു, 4 1 തോറ്റു. അതിപ്പോ വീണ്ടും മത്സരിക്കും. ആലുവയിൽ പോയി മത്സരിക്കുക. മനസ്സിലായില്ലേ? ആലുവ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞത് ആരിഫിന്റെ കാര്യമാണ്. അതാണോ ചോദ്യം? പാർലമെന്റ് വ്യാമോഹത്തെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങളോട് അതല്ലെന്ന് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് തലേന്നൊന്നുമില്ലെങ്കിൽ ഞാൻ പറയുന്ന പാർലമെന്ററി വ്യാമോഹം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്നും ചൂണ്ടിക്കാണിക്കുക. എന്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഞാൻ ഇനി പറയണ്ടല്ല. അത് എന്ത് വ്യാമോഹ? അത് വ്യാമോഹമല്ല. പാർട്ടി തീരുമാനിച്ചത് മത്സരിക്കുന്നത്. ചെറിയ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. വ്യാമോഹമാണ്. പ്രതിമ 3ാമത്തെ തവണ വ്യാമോഹമാണ്. വാസവൻ 3ാമത്തെ തവണ വ്യാമോഹമാണ്. 10-15 പേര് 3, 4, 5 തവണയായത് അതിനെന്താ പാർട്ടി തീരുമാനിക്കുന്നതല്ലേ? എത്ര തവണ മത്സരിച്ചു എന്നാണ് കൈരളിലാണ് ചോദിക്കുക. എത്ര തവണ മത്സരിച്ചാലിതാ? എത്ര തവണ? നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയോ? AKG മരണം വരെ MP ആയിരുന്നു. നിങ്ങൾക്ക് ഇത് വല്ലതും അറിയോ? നിങ്ങൾക്കിത് വല്ലതും അറിയോ എന്ന് ചോദിച്ചത്. ഞാൻ 963 പാർട്ടി ചേർന്നു. എന്നെ പഠിപ്പിക്കാൻ വരിക. നിങ്ങൾ വന്നിരിക്കുന്നത് ഇത് അലങ്കോലപ്പെടുത്താനാണ്. നിങ്ങളുടെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ മാത്രമേ ഇത്തരം തോന്നിവാസം ചോദിക്കും. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ല, പാർട്ടിക്ക് ഡാമേജ് ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയാണ് അധികാര വ്യാമോഹം തന്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടാവും ഞാൻ അധികാരത്തിൽ ഇരുന്നുകൊണ്ട്? താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നുകൊണ്ടല്ലേ താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്? സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്റെ ഭാര്യയും കൂടാണ്. ഇവിടെ PWD മിനിസ്റ്റർക്കാരാണ് ഉത്തരവാദിത്തം, വേറെ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ഇവിടെ സർക്കാരിനാണ് തന്നെ ഞാൻ പഠിപ്പിക്കണോ? സർക്കാരിന്റെ അല്ല. സർക്കാരിന്റെ പേരിൽ ഓരോ വകുപ്പല്ല ചെയ്യുന്നത്. ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എഴുതിക്കോ. ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സംസാരിക്കുന്നതിൽ തടസ്സപ്പെടുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വെറുതെയാണ്, ഒരു വ്യാമോഹമാണ്, അബദ്ധമാണ്. പറഞ്ഞേക്കാം കേട്ടല്ലോ, അബദ്ധമാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചോദ്യമല്ല ചോദിക്കുന്നത്, അസംബന്ധമാണ് ചോദിക്കുന്നത്. കാരണം പാർട്ടിയാണ് നിർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എത്ര തവണയായാലും അല്ല എല്ലാവരും കവർ ചെയ്യുന്നതല്ലേ? ഇയാൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് 7 തവണ നിന്നാളിനും മാത്രമല്ല ഞാൻ പറയുന്നത്. പാർട്ടിയല്ലേ നിർത്തിയത്, അത് വേറെ ചാടിക്കയറി നിൽക്കുന്നതല്ലോ. അത് പാർലമെന്റ് വ്യാമോഹമാണ്. പാർലമെന്റ് വ്യാമോഹം അല്ല, പാർട്ടി നിർത്തുന്നതാണ്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. MP ഒന്നും പറയാനില്ല ഇനി ആ വിഷയങ്ങളൊന്നും. അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. ഞാൻ പറയുന്നത് അതേപ്പറ്റി ഒന്നും ഇനി പറയേണ്ട കാര്യമില്ല. അല്ലേ? ജനങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടോ. ജീസുദാന്റെ പാർലമെന്റ് വ്യാപകമാണ്. അത് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിക്കോളാം. പറ ഉടനെ മുഖ്യമന്ത്രിയെ പറ്റിയായി കൊച്ചു കാര്യം ചോദിക്കും. ഞാൻ എന്നിൽ നിന്ന് അറിയേണ്ട ഇതൊന്നും എന്നിൽ നിന്ന് അറിയേണ്ടതല്ല. അതൊക്കെ പോളിറ്റ് ബ്യൂറോ തീരുമാനം. അത് പത്രത്തിൽ വായിച്ച ഒരാളെ മത്സരിക്കുന്നത് പിണറായി വിജയൻ. അതൊക്കെ നമുക്കറിയാം. പരപ്പുഴ മണ്ഡലത്തില് സാറ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 10 വർഷമായിട്ട് നേരത്തെ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, അത് തന്നെ ആയിരിക്കും മുഖ്യ അജണ്ട സാറ് ഈ തെരഞ്ഞെടുപ്പിൽ? പിന്നെ അത് ഞാൻ പറയാനെങ്ങനെ? അത് സർക്കാരിനാണോ ഒരാൾ പറയുന്നത്? സർക്കാരിനല്ല, പിന്നെ ഞാനുള്ള സർക്കാർ. PWD ഞാനാണ് സർക്കാർ. ക്യാബിനറ്റിന്റെ ബൈല വല്ലതും അറിയാവോ? ആ മന്ത്രിയാണ്
സർക്കാർ ആ വകുപ്പിൽ. മനസ്സിലായോ? അല്ല എല്ലാവരോടും കൂടിയതൊന്നല്ല, അത് ക്യാബിനറ്റ് കൂടുമ്പോൾ എടുത്ത തീരുമാനമുണ്ട്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കുന്തവും കുടച്ചക്കരോ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനോ പറയുന്നവരല്ല. കേട്ടില്ലേ? ഉത്തരവാദിത്തോടാ പറയുന്നത്. പാലാരിവട്ടം പാലത്തിന് പാലം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പുതുക്കി പഠിച്ചല്ലേ ഞങ്ങള്. സാർ ഈ ജനങ്ങളുടെ അടുത്തേക്ക് പുതുക്കി പഠിച്ചപ്പോ സർക്കാരിനെയാണോ പ്രതിയാക്കിയത്? അപ്പൊ മന്ത്രിയല്ലേ? അല്ലേ? അല്ലേന്ന് ഇതൊക്കെ പറഞ്ഞ പൊളിഞ്ഞില്ലേ? അങ്ങനെയാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യട്ടെ. ആ മന്ത്രിക്കാണ് ഉത്തരവാദിത്വം അല്ലേ? ഞാനാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. യുക്തിപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക, വിമർശിക്കുന്നതിന് തെറ്റില്ല. ചുമ്മാ ഇവിടെ വന്നിട്ട് കളിയാക്കി ഒരു പത്രസമ്മേളനം വഴിതിരിച്ചുവിടാണ് വന്നത്. നിങ്ങളൊക്കെ ഒരു പാപ്പരായ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, പത്രപ്രവർത്തകർ. അത് പാടില്ല, നിങ്ങളെപ്പോൾ ഒരാൾ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ പറയിപ്പിച്ചതാണ്. ഇനി ഞാൻ ഒന്നും പറയത്തില്ല. നേതാക്കൾ അങ്ങേപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ വെച്ചുചെല്ലാനെതിരെ SPP പോസ്റ്റ് അടക്കം അച്ചടിപ്പിച്ചത് സുധാകരന് പങ്കുണ്ടെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രസംഗിച്ചത്. അവരോട് ചോദിച്ചാൽ STP അവരെ തെളിവ് എന്നാണ്. STP നിങ്ങളല്ലേ പ്രചരിപ്പിച്ചത്? അയാൾ STPയുടെ ഏജന്റാണ്. ഞാൻ പ്രചരിപ്പിച്ചോ? ഞാൻ പ്രചരിപ്പിച്ചില്ലല്ലോ. നിങ്ങൾ ചരിത്രമൊന്നും ഇപ്പൊ സമയമില്ല എനിക്ക്. നിങ്ങൾ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കട്ട. എല്ലാ കാര്യത്തിലും ഞാൻ ഈ LDF സ്ഥാനാർത്ഥിയെ രക്ഷിച്ചിട്ടുണ്ട്, സജി ചെറിയാനെ രക്ഷിച്ചിട്ടുണ്ട്. അത് കഥ പറയാനല്ല. STP ചോദിച്ചോണ്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, നിങ്ങളുടെ കാണത്തില്ല. 3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തറിയോ? അറിയോ? എല്ലാവർക്കും അറിയാലോ. ഞാൻ മിനിസ്റ്ററാണ്. അത് STPക്കാർ കാരണമാണെന്ന് പറഞ്ഞാണ് പ്രചരണം. ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടോ? 1 മാസക്കാലം നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എവിടെയോ നാട് വിട്ടു പോയി. നാട്ടിലില്ല, വീട്ടിലിരിക്കാൻ എവിടെ പോയി? വെളിയിറങ്ങുന്നില്ല. അപ്പം STPയുടെ കാര്യം മനസ്സിലായല്ലോ. ആരാണ്? അദ്ദേഹത്തിന് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അതല്ല, അതാണ് ആരോപണം. ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വന്നു. അന്നത്തെ ഏരിയാസ് ഓമനക്കുട്ടനോട് ഹർത്താൽ നടത്താൻ പറഞ്ഞു ഈ മരണത്തിനെതിരെ. അയാൾ നടത്തിയില്ല. ഈ മരണത്തിനെതിരെ ഹർത്താൽ നടത്തി ഇടതുപക്ഷത്തിന്റെ എന്താ പറയുക രോഷം പ്രകടനം അയാൾ നടത്തിയില്ല. ഞാൻ വന്നിട്ട് ഞാൻ അടുത്ത ദിവസം നടത്തിച്ചു. ഞാൻ അവിടെ പ്രസംഗിച്ചു, സലാമിന് വേണ്ടി പ്രസംഗിച്ചു. അതിനുശേഷം വീട്ടിൽ നിന്ന് വെളിയിറങ്ങി. വീട്ടിലെല്ലാം എവിടെയായിരുന്നു? ആ പെൺകുട്ടികളുടെ വീട്ടിലെല്ലാം പോയി. ഓട്ടോറിക്ഷക്കാരന് ഒരു പാവപ്പെട്ടവനാണ്. എല്ലാവർക്കും 1.5 ലക്ഷം രൂപ അടുത്ത ദിവസം ഗവൺമെന്റിൽ നിന്ന് കൊടുപ്പിച്ചു. അപ്പൊ STPയുടെ കാര്യമാണ് പറയുക. ഞാൻ ഒരു കാലത്തും ഒരു സംഘടനകളുടെയും സഹായം അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല. കോൺഗ്രസും UDF എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അതെന്താ? അവർ സഹായിക്കട്ടെ. കോൺഗ്രസുമായി ചേർന്നല്ലേ തമിഴ്നാട്ടിൽ CPIM അസംബ്ലി ഇരിക്കുന്നത്? അല്ല, ഒരുമിച്ചല്ലേ മത്സരിച്ച്? ആണോന്ന്? ആണോ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ഇവരെല്ലാം? ബംഗാളിൽ CPM കോൺഗ്രസും ഒറ്റക്കെട്ടായി മത്സരിച്ചു. 1800 സഖാക്കളെയാണ് കൊണ്ടത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ. 11 വർഷം അനിന്തരാവസ്ഥ കവർ ചെയ്ത് അത്ത ഫാസിസ്റ്റ് ഭീകരവാഴ്ച. ആ കോൺഗ്രസ് എവിടെ കൈകോർത്തില്ല. ആ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. അതൊക്കെ പോയി. നമുക്കൊന്നും കിട്ടിയില്ല. CPM ഒന്നും കിട്ടി. അവർക്ക് 2 സീറ്റ് കിട്ടി. അങ്ങനെ മിക്ക സ്റ്റേറ്റിൽ ഒരുമിച്ചല്ലേ മത്സരിക്കുക. ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തെ പ്രസംഗിക്കാൻ MA കഴിഞ്ഞ 2 മാസം മുമ്പ് പോയല്ലോ ഇലക്ഷൻ കാലത്ത്. അത് രാഷ്ട്രീയമാണ്. അതിനുടനെ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നവർ മനസ്സിനോട് തുപ്പുകയാണ്. ഇവിടെ പക്ഷേ ഇന്ത്യ മുന്നണി പ്രയോഗത്തില്ല. കാരണം CPMന് ശക്തിയുണ്ട്, കോൺഗ്രസിന് ശക്തിയുണ്ട്. ആരുടെ സഹായം വേണ്ട. അതുകൊണ്ടാണ് തന്നെ മത്സരിക്കുന്നത്. നാളെ BJP അങ്ങ് വളർന്ന് വലുതാവും അങ്ങ് സങ്കല്പിക്കും. നടക്കുന്ന കാര്യമാണെന്നല്ല. അപ്പൊ അവരെ നേരിടാൻ ഇവിടെ ഇന്ത്യ മുന്നണി ഉണ്ടാവുമെന്നുള്ള ഉറപ്പല്ലേ? ഉണ്ടാവില്ലേ? അങ്ങനൊരു സാഹചര്യം ഇപ്പൊ ഇല്ല. അതുകൊണ്ടാണ് ഒന്നാമത്തതാണ്. ഇതൊന്നും രാഷ്ട്രീയമായി വിലക്കിയതല്ല. കേരളത്തിൽ ഇല്ല. പക്ഷേ CPMന് ഞാൻ പുറത്തു പോയതല്ല, സ്വയം ഒഴിഞ്ഞതാണ്. മെമ്പർഷിപ്പ് കൊടുക്കാതിരുന്നതാണ്. അല്ല, എന്നാലും പുറത്താക്കാമെന്ന് ഞാൻ കുറ്റമൊന്നുമില്ല. കാരണം അതിനകത്ത് പാർട്ടി നിൽക്കുമ്പോൾ തന്നെ ആക്ഷേപിക്കുക, അവഹേളിക്കുക, അച്ഛന് പറയുക, ഇതൊക്കെ നടന്നോട്ട് വന്നു. അതിനകത്ത് എന്റെ അത് ശരിയല്ല. മൊത്തത്തിൽ മൂല്യശോഷം വന്നു. ആലപ്പുഴ കാര്യം പറയുന്നത് ഞാൻ ഒഴിഞ്ഞു. വെളിയിൽ വന്നതിന് ശേഷമാണ് സ്ഥാനാർത്ഥിയായത്. അല്ല, അതിനകത്ത് ഒന്നുകൊണ്ടല്ല. എല്ലാ രാഷ്ട്രീയ മര്യാദകളും പാലിച്ചോളാം. ജനങ്ങൾക്ക് അറിയാതെ വോട്ടെടുമ്പോ അറിയാം. കേട്ടല്ലോ.
താങ്കൾക്കെതിരെ പ്രകടനം നടത്തിയ 500ഓളം CPM പ്രവർത്തകർ അതൊക്കെ പത്രം ഞാനും വായിച്ചു. ആ സമ്മേളനത്തിൽ ഞാൻ ആരുടെയും പേരൊന്നും കൊടുത്തിട്ടില്ല, എനിക്കറിയില്ല അവരുടെ അടുത്ത കേസ്. ആ ഒരു സമ്മേളനത്തിൽ താങ്കളെ DS-നെ ട്രാക്കുള എന്ന് വിളിച്ച ആളാണ് സുധാകരൻ. അപ്പോഴുള്ള ആരോപണമാണ് താങ്കൾക്കെതിരെ. ഇതെല്ലാം കുത്തിപ്പൊക്കാണ് ഈ പത്രസമ്മേളനം. ആരാണ്ടൊക്കെ പറഞ്ഞ ഊച്ചാലി പീസ്. ഇതാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങൾ വന്നിരിക്കുന്ന ഇതുപോലുള്ള അലവലാകത്തരം ചോദിക്കാനല്ലേ? DS മരിച്ചു അല്ലെ എഴുതുന്നത് ഗർജിച്ചവരെ നിർത്തണമെന്ന് പറഞ്ഞത് അവരോട്, മനസ്സിലായില്ലേ? പിന്നെ VS-ന് അത് പറഞ്ഞു, ഇത് പറഞ്ഞു. VS പാർട്ടിക്കകത്ത് പല നിലപാടുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി എല്ലാ നിലപാടും. അത് ആരായാലും ശരി പാർട്ടിക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫൈറ്റ് വല്ല ഇപ്പോൾ ഉണ്ടോ? എന്റെ അച്ഛനെ വിളിച്ചതെന്തിനാണെന്ന് പാർട്ടിയിൽ നിന്നപ്പോ എന്റെ അച്ഛനെ വിളിച്ചതെന്തിനാ? DS-നെ അങ്ങനെ വിളിച്ചാൽ പൊതുസമൂഹത്തിന് അറിയില്ല. പക്ഷെ അവന്റെ ആരോപണം അവർ പറഞ്ഞു. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. ആരോപണം അറിഞ്ഞത് VS-നെ അറിയാൻ വയ്യാത്ത ആരാണ്ട? സാറിന്റെ പിതാവിനെ വിളിച്ചെന്ന് പറഞ്ഞത് അവനെ അത് കഴിഞ്ഞല്ലോ. അവൻ LC മെമ്പറായിരുന്നു. വിളിച്ചെന്നുള്ള സത്യമല്ലേ? ലോക്കൽ കമ്മിറ്റി വരെ അത്തരക്കാരും നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് പൊളിറ്റിക്കൽ ക്രിമിനലിസം. ഞാൻ പറയുന്നത് വെറുതെ അല്ല, എന്റെ പ്രധാന ക്യാമ്പയിനാണത്. ആണ് ഇതൊന്നും മറയ്ക്കാനൊന്നും കൈരളിയെ കൊണ്ടൊന്നും നടക്കില്ല. കൈരളി പണ്ടത് ഇപ്പൊ തുടങ്ങിയില്ല. കാരണം ഞാൻ പാർട്ടി മാറിയതുകൊണ്ടാണ്, അല്ല പറയില്ല. നിങ്ങൾ പറഞ്ഞോ, എനിക്ക് വോട്ട് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പറഞ്ഞോ. ഷാജഹാനൊന്നും പറയേണ്ട കാര്യമില്ല. എന്നോട് ചോദ്യം ചോദിച്ചാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. ഷാജഹാൻ എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അറിയില്ല. MJ ജോബ് എന്റെ വീട്ടുകാരനാവില്ല, എന്റെ കുടുംബത്തിലെ ആണല്ല. എന്നും എനിക്ക് ആ പോയിന്റ് ഒന്നും കേൾക്കണ്ട. ഞാൻ അതിനൊന്നും വേണ്ട. എന്റെ ചോദിക്കാനുള്ള ചോദിച്ചോ. MJ ജോബും മറ്റതും മറിച്ചോ എന്നോട് ചോദിക്കണം. അതിൽ ആ സമയമില്ല. എന്നോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? സാറേ, ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് സാറ് ചെല്ലുമ്പോൾ? ആളുകള് നിങ്ങളൊന്നും അന്വേഷിച്ചില്ല, നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. സ്ഥാനാർത്ഥികളാണോ പറയട്ടെ? അല്ല, സ്ഥാനാർത്ഥികളാണോ ഞാൻ ജയിക്കുമെന്ന് പറയട്ടെ? അല്ല, അതല്ല സാറേ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സാർ ചെല്ലുന്നത്. ഈ 5 വർഷത്തെ ഇടവേളയ്ക്ക് അപ്പം ആളുകളുടെ ഒരു ഫീൽ, ആളുകളുടെ 5 വർഷത്തെ ഇടവേള ഭയങ്കര ഇടവേളയാണ്. അത് ഞങ്ങളത് മത്സരിക്കേണ്ട, അത് പാർട്ടി പറഞ്ഞുകൊണ്ടല്ലേ. അതൊക്കെ പോയില്ലേ. ഇപ്പം 6 ടേം തുടർച്ചയായി മത്സരിച്ച ആര്യവ് മത്സരിക്കുകയല്ലേ. ആ 2 ടേം പോയില്ലേ. സഹിച്ചറിയാൻ പോകുന്ന അവിടെ. അതിലെന്താ തെറ്റ്? അവരുടെ ഇഷ്ടമാണത്. ഞാൻ പറയുന്നത് പാർട്ടിയുടെ ആ 2 ടേം അവിടെ കളഞ്ഞു കാണുമായിരിക്കും. ഞങ്ങൾ മാറാൻ വേണ്ടി 2 ടേം കൊണ്ടു. ഞങ്ങൾ മാറി കൊടുത്തല്ലോ. വേണം എനിക്ക് അന്ന് മത്സരിക്കാൻ 50,000 വോട്ട് ഞാൻ ജയിച്ചാൽ അന്ന് മത്സരിച്ചത്. ഈ നിർമ്മാണമൊക്കെ നടത്തിയ സാർ ഞാൻ മത്സരിച്ചില്ലല്ലോ. എന്ന് മാത്രമല്ല, എന്റെ പിൻഗാമി എന്ന് പറഞ്ഞല്ലേ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ കണ്ട് ജയിച്ചത്. അതൊന്നും നിങ്ങൾക്ക് സുഖമായിട്ട് കേട്ടില്ല. ഞാൻ കൂടെ നിൽക്കല്ലേ. ജയിച്ചു കഴിച്ചപ്പോൾ പരാതി. അതാണ് ഞാൻ ഈ നിലപാടിൽ എടുക്കാനുള്ള കാരണം. ആ കള്ളപ്പരാതിക്ക് കൂട്ടുനിന്നവര് പാർട്ടിയുടെ ഉന്നത തലങ്ങൾ വരെ ഉണ്ടായി. അവരത് തിരുത്തിയില്ല. പക്ഷെ ഒന്നും നടന്നില്ല. അത് വേറെ കാര്യം. ജനങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ. മറ്റൊരു കാര്യം, ഇപ്പോ മാധ്യമങ്ങൾ താങ്കളെ പല ഘട്ടങ്ങളിലും താങ്കളോട് സംസാരിക്കാനും താങ്കളുടെ പ്രതികരണങ്ങൾ അറിയാനും ഒക്കെ ശ്രമിക്കുമ്പോഴും താങ്കൾ ഞങ്ങളുടെ ഒരു ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. പലപ്പോഴും ഞങ്ങളെ നിങ്ങൾ എത്ര പേരെ പ്രകൃതിയാ? എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്ന് പറയാം. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഞാൻ നിൽക്കുന്ന ഒരു തൊഴിലിടത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങളത് പറയണ്ട. നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടതുണ്ടല്ലോ. അല്ല പറയേണ്ടതില്ല. ഇല്ലല്ല, അതിന് മറുപടി ഇല്ല. നിങ്ങളുടെ കാര്യം പറഞ്ഞു. ആണോ? അപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഏജന്റ് അല്ലേ? അല്ല, നിങ്ങള് വീട്ടിൽ അനുവാദമില്ലാതെ വന്ന് കയറി രഹസ്യ സംഭാഷണം കേൾക്കുന്ന ആളാണ്. നിങ്ങളെ പറയരുതെന്നോ? അങ്ങനെ പറയരുതെന്നോ? എന്റെ വീട്ടിൽ കിടക്കുന്ന സംഭാഷണം എന്താണെന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സംഭവിക്കോ? നിങ്ങളുടെ വീട്ടിനകത്ത് നടത്തുന്ന സംഭാഷണം ആരോപണമല്ല, നിങ്ങൾ ചെയ്തതാണ്. എന്താണെന്ന്? എന്റെ വീട്ടിൽ അനുവാദമില്ലാതെ കയറി ഞാനുമായിട്ട് സംസാരിച്ചിരിക്കുന്ന വിവാദം തന്നോ? തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിളിക്കും. തെരഞ്ഞെടുപ്പ് ഇപ്പൊ സംസാരിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് അല്ലത്. ഞങ്ങളുടെ വീട്ടിൽ പലരും വരും. അതൊരു പത്രപ്രവർത്തനം വന്നതെന്ന് ഞങ്ങൾ കേൾക്കുന്ന ഇവിടെ കേട്ടില്ല. നിങ്ങൾ ഈ തെറ്റ് അതായത് നിങ്ങളെ എന്റെ വീട്ടിനകത്ത്
എന്റെ വീട്ടിന്റെ അകത്ത് കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. സാറേ അമ്പലപ്പുഴയിലെ മത്സരം ഇന്നത്തെ കയറാം, എനിക്ക് പറയാനുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയാളില്ല പറയും, ആരും അറിഞ്ഞില്ല. അല്ല പറഞ്ഞു, നിങ്ങൾ റിപ്പോർട്ടർമാർക്ക് സർവ്വസ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പൊ ഇതെന്താ, നിങ്ങളെ എന്റെ വീട്ടിൽ എന്റെ അനുവാദമില്ലാതെ വന്ന് ഞങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇവിടെ വന്നത് കേൾക്കാൻ പാടില്ല. എന്റെ വീട്ടിൽ വരാൻ പാടില്ല എന്റെ അനുവാദമില്ലാതെ. നിങ്ങള് അതെ ഇല്ല, നിങ്ങൾ വരാൻ പാടില്ല. നിങ്ങൾ ഇവിടെ നിന്നോ. നിങ്ങൾ ഇനി ഇവിടെ വരുമല്ലേ, അങ്ങനെ വരുമല്ലേ, ഇനിയും വരുമല്ലേ? അല്ലല്ല, നിങ്ങൾ ഒരാൾ സംസാരിക്കുക. ജി സുധാകരൻ ആയതുകൊണ്ടാണല്ലോ ഞാനിപ്പോ സംസാരിച്ചത്. എനിക്ക് സംസാരിക്കാനുള്ള സമയത്ത് ചൂടാവുന്ന നിങ്ങളാണ്. അപ്പൊ പിന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം അവരെ നിങ്ങളെ ജേർണലിസം പഠിപ്പിക്കേ, ആദ്യം പഠിപ്പിക്കേ. സാറെന്നൊന്നും പറയണ്ട, നിങ്ങൾ കാണിച്ച തെറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇവരിങ്ങനെ സംസാരിച്ചേക്കണേ, നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ. ഇത്ര ചോദ്യാവസ്ഥ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്ത. നിങ്ങൾ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്. ഞാൻ ഫോൺ എടുക്കത്തില്ലല്ലോ. നിങ്ങൾ വിളിച്ചപ്പോ എടുത്തില്ല, ഞാൻ ചിലപ്പോൾ ബാത്റൂമിലാണെങ്കിലോ. നിങ്ങൾ വന്ന തെറ്റാണെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടോ. വേറെ എങ്കിലും പോയി ആവർത്തിക്കരുത്. ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേരിലൊന്നും പറയണ്ട. എന്റെ കാവലിനോട് വന്നോളൂ, ഞാൻ അനുവാദത്തോട് വന്നോളൂ. തർക്കത്തിന് തന്നെ പോകും. അല്ല പറയട്ടെ, ഇലക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇലക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങളുള്ള കാര്യം റിപ്പോർട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? നിങ്ങളിവിടെ അജണ്ടയായിട്ട് വന്ന 2-3 പേരുണ്ട്. അല്ല ആയിക്കോട്ടെ, അജണ്ട ആയിക്കോട്ടെ. ഉണ്ടായാലും ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയമാണ്. അവര് പറയുന്നത് രാഷ്ട്രീയമാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിനും നമ്മളിത് പ്രോപ്പറായിട്ട് യാതൊരു കുഴപ്പമില്ല. ഒറ്റയ്ക്ക് വന്നു, എന്താ 10 പേരുമായിട്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങളെ പറ്റി ഞാൻ ആക്ഷേപം. ഞാൻ നിങ്ങളുടെ ഏഷ്യാനെറ്റിന് വേണമെങ്കിൽ പരാതി ഞാൻ അയക്കുന്നില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അല്ലല്ല, നിങ്ങൾ പിന്നെയും ന്യായീകരിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പാടില്ല. ഒറ്റയ്ക്ക് നിങ്ങൾ വരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഫോൺ പിടിച്ച് പറയാൻ, അല്ല ഇവിടെ വന്ന് ബെല്ലടില്ല. തൊഴിലിന്റെ ഭാഗമല്ല, അഹങ്കാരത്തിന്റെ ഭാഗം. തൊഴിലിന്റെ ഭാഗമല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. രാഷ്ട്രീയത എപ്പോഴില്ല. അല്ല ആലോചിച്ചാൽ മനസ്സിലായി. 2-3 പേര് ആലോചിച്ച് പറഞ്ഞു. അത് വെറുതെയാണ്. എന്റെ പ്രതികരണം അവർ ചോദിച്ചില്ല. അവരതിനല്ല വന്നത്. മനസ്സിലായോ? കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. അവിടെ താങ്കൾ മത്സരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സഖാവിന്റെ പ്രതികരണം. നിങ്ങൾ പറയുന്നത് ഞാൻ തന്നില്ല ഇവിടെ പത്രസമ്മേളനം 1.5 മണിക്കൂർ. എന്തിനാണ് പറയുന്നത്? വൈ ഷുഡ് യു ടോക്ക്? ഞാൻ തന്നില്ല 1.5 മണിക്കൂറായി. അത് എന്നോടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ഒറ്റയ്ക്ക് ഓടിച്ചും നിന്ന് കേൾക്കുന്ന രീതി തെറ്റാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒളിച്ചു കയറ്റാനും വേറെ കാര്യമൊന്നും അല്ല കേൾക്കുന്നത്. വേറെ കാര്യമൊന്നുമല്ല. എന്നാലും ഇത് പാടില്ല. നിങ്ങൾ എല്ലാവരും കൂടെ പ്രൊപ്പറേറ്റ് പാലിക്കണം. പ്രൊപ്പറേറ്റ് അവർ പാലിച്ചിരുന്നതാണ് ഞാൻ പറഞ്ഞത്. വേറൊന്നും ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഇഫ്താർ പാർട്ടികൾക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തിലൊക്കെ പോയല്ലോ. അപ്പൊ സ്ഥാനാർത്ഥികൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മീഡിയാസ് എല്ലാവരും പോകും കാര്യങ്ങളും. ഞാൻ അവിടെ പോയ കാര്യമാണോ പറഞ്ഞത്? എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്ന ആളുകൾ ഇരിക്കുമ്പോ അവിടെ കീഴിൽ വന്ന ഒറ്റയാണ് ഒരു വനിതാ പ്രകൃതി വന്നിട്ട് അവിടെ കുറെ നേരം നിൽക്കുകയാണ്. ഞങ്ങൾ കണ്ടില്ല. അതവർക്ക് പറഞ്ഞിട്ട് വരാം. അല്ല ബെല്ലടിക്കാം. ഒന്നും ചെയ്തില്ല. അങ്ങനെ വരാൻ അധികാരം ആർക്കും ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ ആർക്കും അധികാരമില്ല. കേട്ടല്ലോ. പിന്നെ ഷാജഹാനൊക്കെ ഒന്ന് കലക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാതാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതുപോലെ പറയാൻ പറ്റിരിക്കുക. ഇവരെ കൂടിയുണ്ട്. നിങ്ങൾ പറഞ്ഞു. പക്ഷെ എന്റെ പത്രസമ്മേളനം കലക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കേട്ടല്ലോ. ഷാജഹാനെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ഭക്ഷണം തന്നിട്ടുള്ളത് സ്നേഹം കൊണ്ടല്ലേ. ആ സ്നേഹം മനസ്സിൽ രാഷ്ട്രീയമായിട്ട് വേണ്ട. അത് വ്യക്തിപരമായിട്ട് തിന്നോ. അത്രയും പേര് പറയാറ്. അതുകൊണ്ട് സഹോദരൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. എനിക്കറിയാം. അതിന്റെ ഞാനിപ്പോ എനിക്ക് ആരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചോ അവർ നമുക്കിട്ട് തന്നിട്ടുണ്ട്. കേട്ടല്ലോ.
എപ്പോഴും ഞാൻ ഒരുപാട് നിങ്ങൾക്കൊന്നും ഇല്ലാത്ത പരിഗണന കൊടുത്തിട്ടുണ്ടോ? കാരണം ഒരു പെൺകുട്ടിയല്ലേ, കഴിഞ്ഞു അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊന്നും പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, കേട്ടല്ലോ. എനിക്ക് യാതൊരു വിഷമവുമില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത്. ലൈവായിരുന്ന ഞാൻ പറയുന്നതെല്ലാം ജനങ്ങൾ കേട്ടോണ്ടിരിക്കും, ജനങ്ങളിലെല്ലാം കേട്ടോണ്ടിരിക്കും. എന്താ പറയാ, പറയാനുള്ളത് പുറക്കാട് സജീവൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി കാണാതെ പോയിട്ടുണ്ട്. 29/9/2021 മുതലാണ് തോട്ടപ്പള്ളിയിൽ കാണാതായത്. അന്ന് ഇത് ഞാൻ ഉന്നയിച്ചതാണ്, അന്വേഷണം വേണം. അപ്പൊ പിന്നെ അതൊന്നും അങ്ങോട്ടെങ്കിലും എത്തിയില്ല. പോലീസ് അന്വേഷിച്ചു. അപ്പോ അദ്ദേഹം ആത്മഹത്യയിലായിരിക്കുന്നതാണ് പോലീസ് നിഗമനത്തിൽ എത്തിയത്. CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ തലേ ദിവസമാണ് ഈ സംഭവം. അയാളുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഇതേപ്പറ്റി ജനങ്ങളിൽ സംശയം തലതൊക്കെ ഇപ്പോഴും ആരെങ്കിലും അദ്ദേഹത്തെ കൊന്നതാണ് എന്നൊന്നും നമുക്കിപ്പോൾ തെളിവൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എങ്ങനെ കാണാതെ ശരിയായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പൊ അത് നിയമസഭ ജയിച്ചു എന്ന നിയമസഭ CBI എൻക്വയറി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഈ കാര്യത്തിൽ അന്യമായി അദ്ദേഹം മരിച്ചതാണെന്ന് വ്യക്തമാക്കണം. ബോഡി പോലും കിട്ടിയിട്ടില്ല. സാധനം കടലിൽ പോയാൽ ബോഡി വരും, അതുമില്ല. ബോഡി വരും, കാരണം ഇപ്പുറത്ത് കായലിന്റെ കിഴക്കൻ ഭാഗത്താണെങ്കിൽ ബോഡി അവിടെ തന്നെ കിടക്കും, മറ്റേത് അടിച്ചു വരും, അതും ബന്ധമില്ല. ഇതിപ്പോഴും ദുരൂഹമായി അവിടെ നിൽക്കുകയാണ് ഈ പ്രശ്നം. അതേപ്പറ്റി ഒരു CBI എൻക്വയറി നടത്തണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വഴിയേ അത് പോകുള്ളൂ. അതുകൊണ്ട് അസംബ്ലിയിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ.